പൗലോസ്ലീഹായെ പോലെ കൊരിന്ത്യർ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ സ്ലീഹ തിരിഞ്ഞു നോക്കുകയാണ്. അടിക്കപ്പെട്ടതിൻ്റെ, നിന്ദിക്കപ്പെട്ടതിൻ്റെ, കപ്പൽ തകർന്ന് വെള്ളത്തിൽ ഏകനായി മരണത്തെ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞതിൻ്റെ, അധികാരികൾ നിന്ദിച്ചതിൻ്റെ, ആരാരുമില്ലാതെ മരുഭൂമിയിൽ കഴിഞ്ഞുകൂടിയതിൻ്റെ ആ സഹനങ്ങളൊക്കെ പെറുക്കി പെറുക്കി പറഞ്ഞ് 20 പ്രാവശ്യം, 5 പ്രാവശ്യം, 7 പ്രാവശ്യം എന്നൊക്കെ പെറുക്കി പെറുക്കി പറഞ്ഞ് സ്ലീഹ അഭിമാനിക്കുകയാണ്. എന്നിട്ട് സ്ലീഹ പറഞ്ഞു, എനിക്ക് അഭിമാനിക്കാൻ അതൊക്കെയാണുള്ളത്. കാരണം എൻ്റെ നാഥന് വേണ്ടി കൊടുക്കാൻ, കുരിശായി മാറാൻ സാധിച്ച അനുഗ്രഹ സ്രോതസ്സുകളാണ് അവയൊക്കെ എന്ന്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക്. അപ്പത്തിൽ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുമ്പോൾ നിസ്സാരമാക്കപ്പെട്ട നിമിഷങ്ങളിൽ പ്രകടമായ ദൈവമഹത്വം കാണാൻ സാധിക്കാതെ പോയതിൻ്റെ തെറ്റ് നാം തിരിച്ചറിയുന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കി ആരെയും പഴിക്കാതെ, അധികാരികളെ കുറ്റം പറയാതെ, സഹോദരങ്ങളെ കുറ്റം വിധിക്കാതെ ആ നിമിഷങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പറയണം, ദൈവമേ നന്ദി, ഞാൻ അഭിമാനിക്കുന്നു സഹനത്തിൻ്റെ, വിലാപത്തിൻ്റെ, കണ്ണീരിൻ്റെ ആ നാളുകളെ ഓർത്ത് എന്ന്. പിലാത്തോസാണ് കുറ്റം വിധിച്ചത്. ഈശോ ആ കുറ്റം വിധി കേട്ടത് പിലാത്തോസിൻ്റെ അധരങ്ങളിൽ നിന്നല്ല. ആ കുറ്റം വിധി ഈശോ കേട്ടത് പിതാവിൻ്റെ അധരങ്ങളിൽ നിന്നാണ്. പട്ടാളക്കാരാണ് ആ മരക്കുരിശ് അവിടുത്തെ തോളിൽ വെച്ച് കൊടുത്തത്. ആ മരക്കുരിശ് ഈശോ ഏറ്റെടുത്തത് പട്ടാളക്കാരുടെ കൈകളിൽ നിന്നല്ല, പിതാവിൻ്റെ കൈകളിൽ നിന്നാണ്. അവസാനം ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, അവരൊന്നും കുറ്റക്കാരല്ലല്ലോ, അങ്ങയുടെ തിരുവുള്ളമല്ലേ. ഗെത്സേമനയിൽ കുരിശിൻ്റെ ഭീകരതയിലേക്ക് നോക്കി ഞാൻ പറഞ്ഞതല്ലേ, അങ്ങേ തിരുവുള്ളം പോലെ ഭവിക്കട്ടെ എന്ന്. ഈ കുരിശ് അങ്ങയുടെ തിരുവുള്ളമാണല്ലോ. ഈ കുറ്റം വിധിയും ഈ ഭാരവും ഈ മുൾക്കിരീടവുമൊക്കെ അവരെ ഒന്നും ശിക്ഷിക്കല്ലേ, അവരോടൊക്കെ ക്ഷമിക്ക്. കാരണം പിതാവേ, അങ്ങേ തൃക്കരങ്ങളിൽ നിന്നാണ് ഈ അപമാനവും ഈ വേദനയും നൊമ്പരങ്ങളും മുറിവുകളും ഞാൻ സ്വീകരിക്കുന്നത്. തിരിഞ്ഞു നോക്കി ആ നിമിഷങ്ങളോർത്ത് മനസ്സ് വീർപ്പ് മുട്ടിയ, ഹൃദയം വിണ്ടു കീറിയ, ജീവിതം പാഴായല്ലോ എന്ന് തോന്നിയ, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയ ആ നിമിഷങ്ങളോർത്ത്, ആ നിമിഷങ്ങളിലൊക്കെ അനുഗ്രഹം ഒഴുകിയെത്തിയ സ്രോതസ്സുകളായി കണ്ട് നമുക്കവിടുത്തോട് നന്ദി പറയണം. ഇത് ലോകത്തിൻ്റെ ഭാഷയല്ല, ഇത് ക്രിസ്തുവിൻ്റെ ശൈലിയാണ്. 2-ാം ക്രിസ്തുവായ ഫ്രാൻസിസിൻ്റെയും ക്ലാരയുടെയും പുണ്യമാണ്. നമുക്ക് അപ്പത്തിലേക്ക് നോക്കാം. മനസ്സിൽ തികട്ടി വരുന്ന അത്തരം അനുഭവങ്ങളോർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. ഈ ഗാനത്തിൻ്റെ ആദ്യത്തെ ഈരടികൾ മാത്രം കൈയടിച്ച് പാടി ആഹ്ലാദിച്ച് ആ നിമിഷങ്ങളൊക്കെ അനുഗ്രഹമാക്കി പകർത്തിയ ദൈവത്തിൻ്റെ കാരുണ്യമോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ ദൈവത്താൽ
നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തത എന്തോ സന്യാസത്തിൽ കുറഞ്ഞു പോകുന്ന പുണ്യം. ദൈവജനം സന്യാസികളിൽ ശാന്തത കാണാത്തത് കൊണ്ട് വേദനിക്കുന്നു. ഹൃദയശാന്തതയും എളിമയുമുള്ള ഗുരുനാഥൻ്റെ തിരുഹൃദയത്തോട് ചേരാൻ സാധിക്കാത്തതിൻ്റെ പരാധീനത, ഒരുപാട് ദ്വേഷവും ഒരുപാട് അമർഷവും ഒരുപാട് വിദ്വേഷവും നമ്മുടെയൊക്കെ മനസ്സിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ശാപമാണ്. അപ്പത്തിലേക്ക് നോക്കി ശാന്തതയുടെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കണം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് സംതൃപ്തി ലഭിക്കും. നീതി എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും നന്മ ചെയ്യുന്ന, അതാണല്ലോ എല്ലാവർക്കും അർഹമായത്. ഈ അർഹമായത് കൊടുക്കാനുള്ള വലിയ താല്പര്യം, ദാഹം അതാണ്. ആരും അവഗണിക്കപ്പെടരുത്. എൻ്റെ സമൂഹത്തിൽ ആരെങ്കിലും അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ സ്ഥാപനത്തിൽ ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ പക്ഷം ചേരാനുള്ള എൻ്റെ വ്യഗ്രത, ദാഹം, അധികാരത്തിൻ്റെ മേൽക്കോയ്മയുടെ ഭാഷയല്ലല്ലോ ദൈവത്തിൻ്റെ ശൈലി. ആ ഭാഷയെടുക്കാനൊക്കെ നാം ഒരുപക്ഷെ ഒരുമ്പെട്ടിട്ടുണ്ടാവും. ശാപമാണ്. ശാന്തതയുടെ അനുഗ്രഹത്തിന്, നീതിയുടെ അനുഗ്രഹത്തിന് നമുക്കിന്ന് ഹൃദയം തുറക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ, വിശുദ്ധ കുർബാനയെ നാം വിളിക്കുന്നത് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യം എന്നാണ്. കാരുണ്യം, സ്നേഹത്തെപ്പോലും കവിഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിൻ്റെ ഭാവമാണ് കരുണ. എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചുവെങ്കിൽ അറിയാതെ തിരിച്ചുപദ്രവിക്കാൻ ഞാൻ വെമ്പൽ കൊള്ളും. പക്ഷേ കാരുണ്യം ഉള്ളിൽ നിറയുമ്പോൾ തിരിച്ചുപദ്രവിക്കാനല്ല, തിരിച്ച് നന്മ ചെയ്യാൻ മനസ്സ് ദാഹിക്കും. ഈ കരുണ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പേര് അതാണെന്നല്ലേ വിശുദ്ധ പൗസ്തീന നമുക്ക് വെളിപ്പെടുത്തിയത്. ഡിവൈൻ മേഴ്സി, ഈ കരുണ സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും തിരിച്ചു കാണണം, നിറഞ്ഞ് കാണണം. കാണാറില്ല എന്ന പരാതി ദൈവജനത്തിനുണ്ട്. അച്ഛന്മാരെയും സന്യാസികളെയും ഒക്കെ അനുഗ്രഹമായി ജനം കാണുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം
മുഖത്തും പെരുമാറ്റത്തിലും കാരുണ്യം നിറഞ്ഞ് കാണാത്തതാണ്. പരിശോധിക്കണം നമുക്ക്. നാം മറ്റുള്ളവർക്ക് ശാപത്തിൻ്റെ ആൾരൂപങ്ങളായി മാറിയോ എന്ന്. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അശുദ്ധി ശാപമാണ്. അശുദ്ധമായ ബന്ധങ്ങൾ, അശുദ്ധമായ ചിന്തകൾ, അശുദ്ധമായ ആഗ്രഹങ്ങൾ, അവിടെയൊക്കെ മനസ്സ് കുരുങ്ങിക്കിടന്നില്ലേ? അവിടെയൊക്കെ സന്തോഷമുണ്ടെന്ന് മനസ്സ് പറഞ്ഞു പോയില്ലേ? ശാപത്തിൻ്റെ നാളുകളിൽ ആ നാൾ അവസാനിച്ചു. ഇതാ വാഗ്ദാനം, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും, നിനക്കും നിൻ്റെ സമൂഹത്തിനും മനുഷ്യവർഗം മുഴുവനും ഞാൻ നിന്നെ അനുഗ്രഹമാക്കുമെന്ന് എബ്രാഹത്തോട് പറഞ്ഞ വാഗ്ദാനം നമ്മിൽ പൂർത്തിയാകുകയാണ്. അപ്പത്തിലേക്ക് നോക്കി ആ കാരുണ്യം നമുക്കിന്ന് ഹൃദയത്തിൽ നിറയ്ക്കണം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനമില്ലാത്ത സമൂഹങ്ങളുണ്ടെന്ന് അടുത്ത കാലത്തൊക്കെ പത്രങ്ങൾ പറയുക മാത്രമല്ല, നമുക്കും തെളിഞ്ഞു കിട്ടിയില്ലേ സമാധാനമില്ലാത്ത സമൂഹങ്ങളുണ്ടെന്ന്. സമാധാനമില്ലാത്ത സന്യാസികളുണ്ടെന്നും ലോകം അറിഞ്ഞില്ലേ? ശാപമാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഹൃദയത്തിലേക്ക് സമാധാനം ഒഴുകിയെത്തും. ആ സമാധാനം നിറഞ്ഞു കിട്ടാൻ ദൈവത്തിന് തിരുമുമ്പിൽ ഞാൻ തപസ്സിരുന്നോ? എൻ്റെ പ്രാർത്ഥന എനിക്ക് ഉള്ളു നിറഞ്ഞ അനുഭവമാണോ? അതോ പ്രാർത്ഥന പോലും എനിക്ക് ശാപമായോ? പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഉറങ്ങിപ്പോവാം, അത് മാനുഷികം. പക്ഷേ പ്രാർത്ഥന ഉറക്കമാക്കി മാറ്റിയാൽ അത് പൈശാചികം, അത് ശാപം. ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ അർത്ഥം? ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സമാധാനമില്ലെങ്കിൽ സമാധാനത്തിന് ഉറവിടത്തിൽ നാം തപസ്സിരിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിൻ്റെ തിരുമുമ്പിൽ. ഈ വാഗ്ദാനം, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും എന്ന വാഗ്ദാനം നമുക്കിന്ന് അവകാശപ്പെടണം. ശാപത്തിൻ്റെ നാളുകൾ കഴിഞ്ഞുപോയി. ഇനി അനുഗ്രഹത്തിൻ്റെ നാളുകൾ. നമ്മുടെ ഹൃദയത്തിലും സമൂഹത്തിലും സഭയിൽ മുഴുവൻ സന്യാസം ഇങ്ങനെ പുലർന്നാൽ പോരാ. ഞാനും നിങ്ങളും ഉത്തരവാദികൾ. സന്യാസിയുടെ മുഖത്തേക്ക് നോക്കി അനുഗ്രഹമാണെന്ന് ജനം പറയുന്നില്ലെങ്കിൽ നമ്മുടെ അസ്തിത്വത്തിന് തന്നെ അത് വെല്ലുവിളിയാണ്. നമ്മുടെ സമൂഹങ്ങൾ അറ്റുപോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഉത്തരവാദികൾ. അനുഗ്രഹമായി നമ്മെ മാറ്റാൻ ദൈവം തിരുമനസ്സായിരിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ 2 പേരായി മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. രണ്ട് പേരിൽ ഒരാൾ മുട്ടുകുത്തുക. പരസ്പരമുള്ള പ്രാർത്ഥന ഇവിടെ തുടങ്ങട്ടെ.
നിൽക്കുന്ന വ്യക്തി അല്പം തല ചായച്ച് മുട്ടുകുത്തി നിൽക്കുന്ന വ്യക്തിയോട് ചോദിക്ക്, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് സഹോദരിക്ക് വേണ്ടി? സഹോദരിയുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നത്, ശിരസ് കുനിയുന്നത് നല്ലതാണല്ലോ. സഹോദരിയുടെ ആവശ്യം ചോദിച്ചറിയുന്നതും ആവശ്യമാണ്. അറിഞ്ഞ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നതും ആവശ്യമാണ്. നീ പിറുപിറുത്ത് പറഞ്ഞില്ലേ നിൻ്റെ ആവശ്യം, നിൻ്റെ ദുഃഖം, നിൻ്റെ വേദന, നിൻ്റെ പ്രാർത്ഥന, അത് ഈശോ കേട്ടു. ഈ അൾത്താരയിൽ ഈശോ കേട്ടു. ഈശോ കേട്ടത് സ്വർഗത്തിൻ്റെ തീരങ്ങളിലേക്ക് അവിടുന്ന് വിളംബരം ചെയ്തു. അത് പരിശുദ്ധ അമ്മ കേട്ടു. വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും കേട്ടു. ഫ്രാൻസിസ്കൻ പുണ്യവാന്മാരൊക്കെ കേട്ടു. പുണ്യവതികളും കേട്ടു. സ്വർഗം മുഴുവൻ കേട്ടു. നിൻ്റെ ആവശ്യം, നിൻ്റെ ദുഃഖം, നിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങൽ സ്വർഗം മുഴുവൻ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയും ഫ്രാൻസിസ്കൻ വിശുദ്ധരും സ്വർഗം മുഴുവൻ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ഈ നിമിഷം നീ ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറാൻ, ദൈവത്തിൻ്റെ നാമത്തിലും പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും ചേർന്ന് ഇരു കരങ്ങളും നിന്റെ സഹോദരിയുടെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കും. വലിയ ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ പ്രാർത്ഥിക്കും. സ്വരം ഉയർന്നാലും കുഴപ്പമില്ല. പിറുപിറുക്കേണ്ട കാലം കഴിഞ്ഞു. ഇനി ഉറക്കെ പ്രാർത്ഥിക്കണം. സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണം. നീ ആരുടെ ശിരസിലാണോ കൈവച്ചിരിക്കുന്നത്, ആ സഹോദരി ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹത്തിൻ്റെ അധിപതിയോട് പ്രാർത്ഥിക്കണം. അനുഗ്രഹം വഴിഞ്ഞൊഴുകട്ടെ. ശാപത്തിൻ്റെ അനുഭവങ്ങൾ മാറട്ടെ. കണ്ണിൽ ഉതിർന്നു വന്ന കണ്ണുനീര് ദൈവത്തിൻ്റെ കൈനീട്ടി ഒപ്പിയെടുക്കട്ടെ. പരിശുദ്ധാത്മാവേ ഇറങ്ങണമേ. സ്വർഗം ചായച്ചിറങ്ങി വരണമേ. വിശുദ്ധരെ മാലാഖമാരെ മധ്യസ്ഥം വഹിക്കണമേ. അങ്ങയുടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്വർഗവും ഭൂമിയും ഒന്നാകട്ടെ. സന്യാസം തിളങ്ങട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിൽ ജ്വലിക്കട്ടെ. കർത്താവേ കരുണയായിരിക്കണമേ. കാരുണ്യം വർഷിക്കണമേ. കർത്താവേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ശിഷ്യന്മാരുടെ മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്താ നാളിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് സമർപ്പിതമായ ജീവിതങ്ങളിലേക്ക് പറന്നിറങ്ങണമേ. യേശുവേ സ്തോത്രം. കർത്താവേ നന്ദി. ഈ നിമിഷമോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങൾ പാപികളാണ്. കർത്താവേ അങ്ങയുടെ അനുഗ്രഹം ഒരുപാട് നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. അങ്ങേ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാൻ പോലും മടിച്ചവരാണ് ഞങ്ങൾ. പ്രാർത്ഥന മറന്നവരാണ് ഞങ്ങൾ. അങ്ങയുടെ മുഖം ഞങ്ങൾ മറന്നുപോയി. അങ്ങ് ഹൃദയത്തിൽ വരച്ചു വെച്ച അങ്ങയുടെ ചിത്രം ഞങ്ങൾ നോക്കിയില്ല. കർത്താവേ കരുണയായിരിക്കണമേ. മാപ്പേകണമേ. കർത്താവേ ഞങ്ങളുടെ അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവേ കരുണയായിരിക്കണമേ. ഈ സമൂഹത്തിന് മേൽ കരുണ വർഷിക്കണമേ. നന്ദി കർത്താവേ. അങ്ങേ തിരുമുഖം ദർശിക്കുവാൻ ഈ സഹോദരിമാർക്ക് അങ്ങ് അനുഗ്രഹം നൽകി. ആ ദർശന സുഖം ഇവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കട്ടെ. യേശുവേ സ്തോത്രം. കർത്താവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ശിരസിൽ നെറ്റിയിൽ കുരിശ് വരച്ച് നിന്റെ സഹോദരിയെ ദൈവത്തിന് സമർപ്പിക്കുക. എന്നിട്ട് കൈപിടിച്ച് നിന്റെ സഹോദരിയെ എഴുന്നേൽപ്പിക്കുക. നമ്മുടെ സമൂഹങ്ങളിൽ
ശക്തിപ്പെടേണ്ട സംസ്കാരം, കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സംസ്കാരം. മറ്റേയാൾ മുട്ടുകുത്തി നിൽക്കുന്നയാൾ തല ചായച്ച് ചോദിക്കുക, ആത്മാർത്ഥമായി ചോദിക്കുക, ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് സഹോദരിക്ക് വേണ്ടി? കേട്ടത് പുരമുകളിൽ വിളിച്ചു പറയരുത്, അത് ഹൃദയത്തിൻ്റെ തേങ്ങലാണ്. നിന്റെ സഹോദരിയുടെ ദുഃഖമാവാം, ആഗ്രഹമാകാം, ആവശ്യമാകാം. അത് ഹൃദയത്തിൽ സ്വീകരിച്ച് ഇരു കരങ്ങളും ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കും. വലിയ സ്നേഹത്തോടെ ഒരേ സമൂഹത്തിലേക്ക്, ഒരേ കാരിസത്തിലേക്ക് ദൈവം വിളിച്ചവരാണ് നാമൊക്കെ. നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങളാണ്. ഇരു കരങ്ങളും ശിരസിൽ വെച്ച് വലിയ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ സഹോദരിയെ തെരഞ്ഞെടുത്ത് ഈ സഭയിലേക്ക്, എൻ്റെ സഭയിലേക്ക് സഹോദരിയെ കൊണ്ടുവന്നു. കർത്താവേ, ഒരേ സഭയിൽ അംഗമാകാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി. ദൈവമേ, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് ഈ കാരിസം ലോകത്തിന് മുമ്പിൽ പ്രഘോഷിക്കാൻ, പ്രകടമാക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ. ഞാൻ നിന്നെ തനിയെ വിടില്ല എന്ന വാഗ്ദാനം പൂർത്തിയാക്കണമേ. ഞാൻ കൈവച്ചിരിക്കുന്ന സഹോദരി ഒരുപാട് വേദനിച്ചവളാണ്, ഒരുപാട് മനസ്സ് നീറിയവളാണ്. ഒരു പക്ഷെ സന്യാസം പോലും ഉപേക്ഷിച്ചു പോകാൻ ചിന്തിച്ചവളാണ്. ഒരു പക്ഷെ പീഡിപ്പിക്കപ്പെട്ടവളാണ്. ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുന്നവളാണ്. രോഗം ബാധിച്ച് വിഷമിക്കുന്നവളാണ്. അങ്ങേക്കെല്ലാം അറിയാമല്ലോ കർത്താവേ. കർത്താവേ, കരുണയായിരിക്കണമേ. കർത്താവേ, ചെറുപ്പത്തിലെ തന്നെ നാടും വീടും ഉപേക്ഷിച്ച് അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കി ഇറങ്ങി പുറപ്പെട്ടവളാണ് കർത്താവേ. കർത്താവേ, അങ്ങയുടെ മുഖം എൻ്റെ സഹോദരിയുടെ ഹൃദയത്തിൽ വരച്ചു വയ്ക്കണമേ. ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സാന്നിധ്യമായി, അനുഗ്രഹത്തിൻ്റെ മഹനീയമായ പ്രകടനമായി എൻ്റെ സഹോദരി ജീവിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹമായി ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. രോഗം സുഖപ്പെടുത്തണമേ. എന്തെങ്കിലും ദുഃഖം മനസ്സിൽ തളം കെട്ടി കിടപ്പുണ്ടെങ്കിൽ കർത്താവേ, പുനമായും ആ ദുഃഖം ഒപ്പിയെടുക്കണമേ. ഇനിയും കണ്ണിൽ കണ്ണീര് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ കൈനീട്ടി കർത്താവെ ഒപ്പിയെടുക്കണമേ. ഹൃദയം നിറയ്ക്കണമേ കർത്താവെ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സ്നേഹിക്കാൻ അഭ്യസിപ്പിക്കണമേ. യേശുവേ, സ്തോത്രം. കർത്താവെ, നന്ദി. അങ്ങേക്ക് സാക്ഷിയായി എൻ്റെ സഹോദരി ജീവിക്കട്ടെ. കർത്താവെ, കരുണയായിരിക്കണമേ. കർത്താവെ, കാരുണ്യം വർഷിക്കണമേ. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. കർത്താവെ, സ്തോത്രം. കർത്താവെ, കരുണയായിരിക്കണമേ. ശക്തി അയക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പന്തക്കൊസ്ത ഇവിടെ ആവർത്തിക്കപ്പെടട്ടെ. അനുഗ്രഹമായി മാറ്റണമേ. യേശുവേ, സ്തോത്രം. കർത്താവേ, നന്ദി. കർത്താവേ, സ്തോത്രം. കർത്താവേ, നന്ദി. തിരുനെറ്റിയിൽ കുരിശ് വരച്ചു. ആ കുരിശ് രക്ഷയുടെ ചിഹ്നമായി നിന്റെ സഹോദരിയിൽ എന്നും നിറഞ്ഞിരിക്കാൻ പ്രാർത്ഥിച്ചു. സഹോദരിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പത്തിലേക്ക് നോക്ക്. യേശുവിൻ്റെ തിരുമുഖം തിരിച്ചറിയണം. അപ്പത്തിലേക്ക് നോക്കി യേശുവിൻ്റെ തിരുമുഖം തിരിച്ചറിഞ്ഞ് ആ തിരു സന്നിധിയിൽ ആഹ്ലാദിച്ചു. അവിടുത്തെ വാഗ്ദാനം അവകാശമാക്കി
ശക്തി അയച്ച് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അവിടുത്തെ ശക്തി പരിശുദ്ധാത്മാവ്, അത് സ്നേഹത്തിൻ്റെ ശക്തിയാണ്, അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്, അത് കാരുണ്യത്തിൻ്റെ ശക്തിയാണ്, അത് ശാന്തതയുടെ ശക്തിയാണ്. ഏത് ദ്വേഷ്യത്തിൻ്റെ ആത്മാവിനെയും കെടുത്താൻ തക്കമുള്ള ശാന്തതയുടെ ശക്തിയാണ്. എല്ലാ വെറുപ്പും വിദ്വേഷവും അസ്തമിച്ചു പോകുന്ന സ്നേഹത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ തിരുമുഖത്തേക്ക് നോക്കട്ടെ. ആ ശക്തി അവിടുന്ന് അയച്ചു തരുന്നത് സ്വീകരിച്ചെടുക്ക്. ആർക്കെങ്കിലും ആരോടെങ്കിലും എവിടെയെങ്കിലും വെച്ച് അല്പം പോലും വിദ്വേഷമോ വെറുപ്പോ മനസ്സിൽ അതിൻ്റെ പോറൽ പോലുമോ ഉണ്ടെങ്കിൽ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നമുക്ക് ഇരു കരങ്ങളും വിരിച്ച്, അല്പം വിരിച്ച് ദൈവത്തിന് തിരുമുമ്പിൽ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ നീ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ.